ഇസ്ലാമിലെ രണ്ടാം ഖലീഫയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ചില സന്ദർഭങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ഒരു ചരിത്ര രൂപത്തിലുള്ള അവതരണമല്ല. ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ആ പഠനത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ ഇതിൽ കാണും. ആ നിലപാടുകൾ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള ഒരവസരമാണ് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ആരാണെന്ന് നമ്മൾ വളരെ ചെറുപ്പം മുതൽ കേട്ടതാണ്. അദ്ദേഹത്തെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ പല ചരിത്രങ്ങളും നമ്മൾ പണ്ട് മുതൽ കേട്ടിട്ടുമുണ്ട്. എന്നാൽ സത്യസന്ധമായ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ചില സംഗതികളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് കുറഞ്ഞ സമയവുമായി പങ്കുവയ്ക്കുന്നത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു അറബി കവി പറഞ്ഞ ഒരു വാചകം ഇന്നും തങ്കലിപികളിൽ രേഖപ്പെട്ടതുപോലെ കിടക്കുന്നുണ്ട്. ആ 4 വരി പദ്യം ആശയം കേട്ടാൽ തന്നെ ആരാണ് ഉമർ എന്ന് ബോധ്യപ്പെടും. അദ്ദേഹം പറഞ്ഞത്, യാമൻ റഅ ഉമറ, നിങ്ങളാരെങ്കിലും ഉമറിനെ കണ്ടിട്ടുണ്ടോ? തക്സൂഹു ബുർദത്തുഹു, ഒരു വില കുറഞ്ഞ വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. വസൈത്തു ഉദുമുല്ലഹു, സെയ്ത്ത് എണ്ണയാണ് അധികവും അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിലെ കറി. വൽ ഖൂഹു മഅ്വാഹു, ഒരു കുടിലാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം. യഹ്തസു കിസ്റ മിൻ കുർസിഹി ഫർക, ഇങ്ങനത്തെ ഉമറിനെ കിസ്റ ചക്രവർത്തി നേരിൽ പോലും കാണാതിരുന്നിട്ടും ഉമറിനെക്കുറിച്ച് കേൾക്കുമ്പോൾ വിറയ്ക്കുമായിരുന്നു. മിൻ ബഅ്സിഹി മുലൂക്കു റോമു തഖ്ഷാഹു, റോമൻ ചക്രവർത്തിമാരും വിറച്ചത് ഈ ഉമറിനെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് എന്നാണ്. ഇതായിരുന്നു ഉമർ എന്ന പേർഷ്യൻ റോമൻ ഭരണാധികാരികൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് ഉമർ റളിയല്ലാഹുവിനെ കണ്ടിട്ടില്ല. പക്ഷേ മദീനത്തുള്ള ഉമറിനെക്കുറിച്ചുള്ള ഭയം പേർഷ്യൻ റോമൻ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം. കാരണം അതായിരുന്നു ഉമറിൻ്റെ ഇസ്സത്ത് എന്നതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉമർ ഇബ്നുൽ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അബൂ ഹഫ്സ്, ഹഫ്സയുടെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഉമറുൽ ഫാറൂഖ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹത്തിന് പേര് നൽകിയത്. അമീറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അമീർ എന്ന് സഹാബത്താണ് അദ്ദേഹത്തിന് പേര് നൽകിയത്. ഈ 4 വിശേഷണത്തിനും 100% അർഹനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ്. ഖത്താബിന് ഉമർ അല്ലാത്ത വേറെയും മക്കൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഹിജറയ്ക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ജനനം നടന്നത്. ഹിജറ 23 ദുൽഹജ്ജ് മാസത്തിൽ മരണപ്പെടുകയും ചെയ്തിരുന്നു എന്നാണ്. ഹിജറ 13 അദ്ദേഹം ഭരണാധികാരിയായി സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായത്
സെയ്ദ് ഇബ്നുൽ ഖത്താബാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് സംസാരത്തിൽ സൂചിപ്പിക്കാം. ഖത്താബിൻ്റെ മകൻ സെയ്ദ് എന്നാണ്. ഒരു സഹോദരി ഫാത്തിമ ബിന്ത് ഖത്താബ്, ഖത്താബിൻ്റെ മകൾ ഫാത്തിമയാണ്. അവർക്കുമുണ്ടൊരു പ്രത്യേകത നമ്മുടെ സംസാരത്തിൽ വരുന്നതാണ്. അദ്ദേഹം 5 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 2 ഭാര്യമാർ, ഒന്ന് ആത്തിക്ക ബിന്ദു സെയ്ദ്, ആത്തിക്ക റളിയല്ലാഹു അൻഹയാണ്. മറ്റൊന്ന് ഉമ്മു കുൽസും ബിന്ദു അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബിൻ്റെ മകൾ ഉമ്മുൽ കുൽസുമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യ. 13 മക്കളുണ്ടായിരുന്നു. 13 മക്കളിൽ ഏറ്റവും അറിയപ്പെട്ടത് അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന ഇബ്നു ഉമർ എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട സഹാബിയാണ്. ഇബ്നു ഉമറിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, മുത്തബിഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ചാണിന് ചാണിനായി പിൻപറ്റുന്ന വ്യക്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നബി എഴുന്നേറ്റ് പോയാൽ വേഗം അവിടെ പോയിരിക്കും. നബി ഒരു മരത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നബി ആ പിടി വിട്ട് കഴിഞ്ഞാൽ വേഗം പോയി അവിടെ പിടിക്കും. ഇതായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമറിൻ്റെ ചര്യ. മാത്രവുമല്ല അതീവ ബുദ്ധി ശക്തിയുള്ള വ്യക്തിയും കൂടിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമർ എന്നാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക, പ്രഗത്ഭരുണ്ട്. നബി പറഞ്ഞു, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരമുണ്ട്, ലാ യസ്ഖുതു വർഖുഹ, എത്ര ആ മരം പഴകിയാലും അതിൻ്റെ ഇല പൊഴിയുകയില്ല. എത്ര പ്രായം ചെന്നാലും ഇല പൊഴിയാത്ത ഒരു മരമുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. സഹാബത്ത് പല പേരും പറഞ്ഞു, പല മരത്തിൻ്റെയും പേര് പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ മരങ്ങളൊന്നുമല്ല, ഈത്തപ്പനയാണ്. ഈത്തപ്പനയുടെ ഇല പൊഴിയാറില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പ്രവാചകൻ്റെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഈ അബ്ദുള്ള വാപ്പയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉപ്പ അത് ഈത്തപ്പനയാണ് എന്ന് എനിക്കറിയാമായിരുന്നു. ഉമർ ചോദിച്ചു, പിന്നെ എന്തേ മോൻ അത് പറയാതിരുന്നത്? അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉപ്പയെ പോലെ, അലി ഇബ്നു അബി താലിബിനെ പോലെ, ഉസ്മാനെ പോലെയുള്ള പ്രമുഖരായ ആളുകൾ ഇരിക്കുമ്പോൾ ഞാൻ ആ ഉത്തരം പറയുന്നത് അപമര്യാദയാണല്ലോ, അതുകൊണ്ട് പറയാതിരുന്നതാണ് എന്നാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മറുപടി, മോനെ, നീ ആ ഉത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ലോകത്ത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അതായിരുന്നു. എൻ്റെ മകനാണല്ലോ ആ ഉത്തരം പറഞ്ഞത് എന്നാണ്. 2 പേരുടെയും നിലപാട് രണ്ടും ശരിയാണ് എന്നതാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ച ഖത്താബ് ആ നാട്ടിലെ ഏറ്റവും പരുഷ സ്വഭാവിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി ബനു മഖ്സൂം ഗോത്രത്തിൻ്റെ ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കുക എന്ന ജോലിയായിരുന്നു. ആ ജോലി മുഴുവൻ എടുപ്പിച്ചിരുന്നത് തൻ്റെ മകനായ ഉമറിനെ കൊണ്ടായിരുന്നു. അപ്പോൾ ബനു മഖ്സൂം ഗോത്രത്തിൻ്റെ ഒട്ടകളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മേയ്ക്കുക എന്ന ജോലിയായിരുന്നു ഉമർ റളിയല്ലാഹുവിന് ചെറുപ്പത്തിലുണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, എത്ര വിശന്നാലും ശരി മൃഗങ്ങളോട് കാണിക്കുന്ന കാരുണ്യം ആ ഉപ്പ ഞങ്ങളോട് കാണിക്കുമായിരുന്നില്ല എന്നത് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പങ്കുവയ്ക്കുന്നതായി കാണാം. മക്കത്തെ 3 മാർക്കറ്റുകളാണ് ദുൽ മജാസ്, മിജന്ന, ഉഖാല. ഈ 3 മാർക്കറ്റിലെയും സ്ഥിര സാന്നിധ്യമായിരുന്നു ഉമർ. ഈ ജോലി കഴിഞ്ഞാൽ ഉടനെ ഉമർ ഈ ഏതെങ്കിലും ഒരു മാർക്കറ്റിലുണ്ടായിരുന്നു. അങ്ങനെയാണ് കച്ചവടത്തിലെ അതിവിദഗ്ധനായ കച്ചവടക്കാരനായി ഉമർ മാറിയത്. ചെറുപ്പം മുതൽ കച്ചവടം ചെയ്തിട്ടാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ
ഷാമിലെ, പിന്നീട് ഡമസ്കസായി മാറിയ ഷാമിലേക്ക്, യമനിലേക്കൊക്കെ കച്ചവടത്തിന് വേണ്ടി പോയിട്ടുണ്ട്. പിന്നീട് ഡമസ്കസിലേക്ക് പോകുന്നത് എപ്പോഴാണെന്നറിയോ? ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഖലീഫയായതിനു ശേഷമാണ്. ആ പണ്ട് കച്ചവടത്തിനുമായി വന്ന ഉമർ പിന്നീട് ചെല്ലുന്നത് ഈ പേർഷ്യൻ റോമൻ ഭരണാധികാരികൾ പേടിച്ചു വിറയ്ക്കുന്ന ഉമർ എന്ന ഖലീഫയായിട്ടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. സഫീറു ഖുറൈശ്, ഖുറൈശികളുടെ അംബാസഡറാണ് ഉമർ. എന്തു വിഷയമെന്നാലും ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കാൻ നിയോഗിക്കപ്പെടുന്നത് ഉമറിനെയാണ്. എന്താ കാരണം? അതീവ ബുദ്ധിശക്തി, കൂർമ്മ ബുദ്ധി. ഏത് ചെറിയ മൈന്യൂട്ടായ പോയിന്റിനെയും ഉമർ പിടിക്കും. അപാരമായ ധൈര്യം, പിന്നെ എല്ലാ തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ, സ്നേഹം, കാരുണ്യം, ആർദ്രത, ഇങ്ങനെയുള്ള എല്ലാ മാനുഷിക ഗുണങ്ങളും സമ്മേളിച്ച നല്ല ചൊറുക്കുള്ള ചെറുപ്പക്കാരനായതുകൊണ്ടാണ് ഖുറൈശികൾ അവരുടെ അംബാസഡറായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തത്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അദ്ദേഹം പോകുന്ന ചരിത്രം കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതൊരു ശരിയാണ്. അദ്ദേഹം അന്ന് പോകുന്നത് ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ്. നബിയെ കൊല്ലാൻ പോകുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്താണ്? മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യമായ പ്രബോധനം കൊണ്ട് ഇസ്ലാം പ്രചരിക്കാൻ തുടങ്ങി. മക്ക ഇളകി മറിയാൻ തുടങ്ങി. കുടുംബങ്ങൾ പലരും അകലാൻ തുടങ്ങി. വാപ്പ മുസ്ലിമാണ്, ചില വീട്ടിൽ ഉമ്മ മുസ്ലിമാണ്, മകൻ മുസ്ലിമാണ്. അങ്ങ് മക്കയിലുണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. അസ്വസ്ഥനായ ഉമർ, എല്ലാവരും ഉമറിനെ സമീപിച്ചു. എന്താണ് ഉമർ ഇതിനൊരു പരിഹാരം? ഉമർ റളിയല്ലാഹു അൻഹു മക്കയ്ക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ്? മുഹമ്മദിനെ വധിക്കുക എന്നാണ്. നോക്കൂ, ഉമർ പോകുന്നതും നബിയോടുള്ള വ്യക്തിപരമായ പകയുടെ പേരിലല്ല. മുഹമ്മദിനെ കൊന്നാലാണ് ഈ നാട്ടിലെ സമാധാനം കിട്ടുമെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കുമെന്നാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞ വാചകമുണ്ട്, മുഹമ്മദ് ഇലൈഹി യർജിഉൽ അംറു കുല്ലുഹു. ഈ മുഴുവൻ പ്രശ്നത്തിൻ്റെയും കാരണക്കാരൻ മുഹമ്മദാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വകവരുത്തുമെന്നാണ്. പക്ഷേ ആളുകൾ ഉമറിനെ കുറിച്ച് പറഞ്ഞത് ഖത്താബിൻ്റെ കഴുത മുസ്ലിമായേക്കാം, പക്ഷേ ഖത്താബിൻ്റെ മകൻ ഉമർ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞിരുന്നു എന്നാണ് ചരിത്രകാരന്മാരുടെ അടുത്ത്. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു. നോക്കൂ, ഒരു ചെറിയ സംഭവം. അദ്ദേഹം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വച്ച് ഒരു സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് ഹംസ പോകുന്നത്? അന്ന് ഹംസ മുസ്ലിമല്ല. നിങ്ങളുടെ പൃഥ്വി സഹോദരപുത്രനെ അബൂജഹൽ ചീത്ത പറഞ്ഞു എന്നാണ്. ഇത് കേട്ട ഹംസ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ്റെ മകൻ മുഹമ്മദിനെ അബൂജഹൽ ചീത്ത പറഞ്ഞു എന്നത് ചോദിക്കാൻ ചെന്നതാണ്. ചെന്ന് അബൂജഹലിനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. ചീത്ത പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചു. മറുപടി കിട്ടുന്നതിന് മുമ്പ് ഹംസ റളിയല്ലാഹു അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ മതത്തിലാണ്, ഇനി അവനെ തൊടാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന്. നേരെ നബിയുടെ അടുത്ത് വരുന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നോക്കൂ, വേറെ ഒരു ക്ലാസും ഹംസ റളിയല്ലാഹുവിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്ന പേരിലാണ്. ഹംസ റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്നറിഞ്ഞപ്പോൾ മക്കയിലെ മുസ്ലിങ്ങൾക്കൊരു അല്പം ആശ്വാസമായി. തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു കരുത്തായല്ലോ എന്നാണ്. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കൊല്ലണമെന്ന ചിന്തയായി നടക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നുഐബ് ബിനു അബ്ദുള്ള എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ഉമറിൻ്റെ വരവ് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. തടഞ്ഞു നിർത്തി. എങ്ങോട്ടാണ് ഉമറെ? ഞാൻ മുഹമ്മദിനെ വധിക്കാനാണ്. അപ്പോൾ ഈ നുഐമ് ചോദിച്ചു, അഫല യർജു ഇല അഹ്ലിഹി ഇല ബൈത്തിഹി ഫതുഖീമ അംറഹു.
വീട് നന്നാക്കിയിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉമർ എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? അപ്പോൾ നീ അറിഞ്ഞില്ലേ, സഅദ് ബിൻ സെയ്ദ് വ ഫാത്തിമത്ത് ബിൻ ഖത്താം കത് അസ്ലമ വ താബഅ മുഹമ്മദ്, നിന്റെ പെങ്ങളായ ഫാത്തിമയും അളീനായ സഈദും മുസ്ലിമായി മുഹമ്മദിൻ്റെ അനുയായികളായിരിക്കുന്നു എന്ന. നോക്കൂ, രോക്ഷം ഒന്നോട് കത്തി. ജീവന് തുല്യം സ്നേഹിക്കുന്നതാണ് ഉമർ റളിയല്ലാഹു പെങ്ങളെ ഫാത്തിമ ബിന്ത് ഖത്താബിനെ, തൻ്റെ അളിയൻ സഈദിനെയും. ഇവർ രണ്ടുപേരും മുസ്ലിമായി എന്ന് അറിഞ്ഞപ്പോൾ ഒട്ടും മടിക്കാതെ നേരെ പോയത് ഫാത്തിമയുടെ വീട്ടിലേട്ടാണ്. വീട് തുറന്ന് വിളിച്ചു വരുത്തി. ഉമറാണെന്ന് പറഞ്ഞപ്പോൾ 3 പേരും ഒളിച്ചു. അവിടെ ഒരു സഹാബി ഉണ്ടായിരുന്നു, ഖബ്ബാബ് ബിൻ അറത്ത് എന്ന സഹാബി. അവരാണ് ഇദ്ദേഹത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു വന്ന് ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ്റെ പേജ് ആവശ്യപ്പെട്ടു, കൊടുത്തില്ല. അവസാനം സഈദിനെ അടിക്കാൻ തുടങ്ങിയപ്പോൾ സഹോദരി തടഞ്ഞു. ആ അടി ഫാത്തിമയുടെ മുഖത്ത് കൊണ്ടപ്പോൾ ചുണ്ട് പൊട്ടി രക്തമൊലിച്ചു. ഇത് കണ്ടപ്പോൾ ഉമറിന് സഹിച്ചില്ല. സ്വന്തം പെങ്ങളുടെ മുഖത്തുനിന്ന് ചോര വരുന്നത് കണ്ടപ്പോൾ ഒന്ന് ശാന്തനായി. എന്നിട്ട് ചോദിച്ചു, ഞാൻ വരുമ്പോൾ ഒരു ശബ്ദം ഇവിടെ നിന്ന് കേട്ടല്ലോ, എന്തായിരുന്നു ആ ശബ്ദം? അപ്പോൾ പറഞ്ഞു, നിനക്ക് തരില്ലത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഫാത്തിമ, ഉമറാണ് ചോദിക്കുന്നത്, തരാൻ പറഞ്ഞു. അപ്പോൾ അത് ദ്രോഹിക്കുകയില്ല എന്ന നിബന്ധനയിൽ തരാമെന്ന് പറഞ്ഞ് ഇവർ ഓതിക്കൊണ്ടിരുന്ന ആ ഫലകം വാങ്ങി. സൂറത്തു ത്വാഹയായിരുന്നു. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ എന്ന ആയത്തിൻ്റെ ആദ്യ വചനം ഓതിയപ്പോൾ പോലും ഉമറിൻ്റെ ഹൃദയത്തിൽ ചലിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഒളിച്ചിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് വരുന്നത്. ഈ ഖബ്ബാബിന് വേറൊരു ചരിത്രമുണ്ട് കേട്ടോ. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിച്ചതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിത്വം ഖബ്ബാബ് ബിൻ അർത്താണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലം നിങ്ങളാണ് ചരിത്രം. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കെ ഖബ്ബാബിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് സഹിച്ച പ്രയാസങ്ങൾ ഒന്ന് പങ്കുവച്ചാൽ ബാക്കിയുള്ളവർക്ക് ഗുണകരമായിരിക്കുമല്ലോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനത് ആഗ്രഹിക്കുന്നില്ല എന്ന്. അവസാനം ഉമറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അരയ്ക്ക് മുകളിലേക്കുള്ള വസ്ത്രം ഉമറിനെ ഉയർത്തി കാണിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു കണ്ണ് പൊത്തിന. അന്ന് ശത്രുക്കൾ ഇരുമ്പ് പഴിപ്പിച്ച് ചൂട് വച്ചിട്ട് ശരീരമാകെ കുഴിയും ചതവുമായി നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഖബ്ബാബേ, പരലോകത്ത് വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നീ വസ്ത്രം മാറ്റിയാൽ തന്നെ നിൻ്റെ വിചാരണ എളുപ്പമാകും എന്ന, വേറെ വിശദീകരണത്തിന് ആവശ്യമില്ല എന്ന്. ഖബ്ബാബ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ തീ ചൂട് വയ്ക്കുമ്പോൾ രക്തം ഒലിച്ചിറങ്ങിയിട്ട് തീ കെട്ടാലല്ലാതെ തീ അണയാറുണ്ടായിരുന്നില്ല എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇത് നമ്മൾ കൂട്ടത്തിൽ ഓർത്തിരിക്കുന്നത് നമ്മൾ എത്ര സൗകര്യത്തിലാണ് എന്ന് ജീവിക്കുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ ഖുർആൻ സൂറത്ത് ഓതിയിട്ട് നേരെ നബിയുടെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു. ആ സംഭവം എന്താണോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുന്ന വഴിക്ക് അബൂജഹലും കൂട്ടരും ഇദ്ദേഹത്തെ വഴിയിലിട്ട് തല്ലി. വളരെ ദുർബലനായൊരു വ്യക്തിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ തല്ലണ കണ്ടപ്പോൾ ആ വഴിക്ക് പോയ ഉമർ, അന്ന് മുസ്ലിം അല്ല, ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് ഈ ഇബ്നു മസ്ഊദിൻ്റെ കൈ പിടിച്ചിങ്ങനെ പൊക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഈ തല്ല് കൊള്ളണോ എന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ ഇബ്നു മസ്ഊദ് ഉമറിനോട് പറയാണ്, വമാ അദുന്നു ദുആ നബിക യുഖ്തിഅക, ഉമറേ, നിനക്ക് വേണ്ടി നബി നടത്തിയ പ്രാർത്ഥന പാഴാകില്ലെന്ന് എനിക്കറിയാമെന്ന. നിനക്ക് വേണ്ടി നബി നടത്തിയ ദുആ പാഴാകില്ലെന്ന് എനിക്കറിയാം. ഉമർ റളിയല്ലാഹു ഒട്ടും ചിന്തിച്ചില്ല എന്താണ് പ്രാർത്ഥന എന്ന്. ഏതായിരുന്നു പ്രാർത്ഥന? നബി ഇതിനൊക്കെ മുമ്പ് പ്രാർത്ഥന, അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാമ ബി അഹബ്ബി റജുലൈനി ഇലൈക്, അല്ലാഹുവേ,
നിനക്കിഷ്ടപ്പെട്ട രണ്ടാളുകളിൽ, ഒന്ന് ഉമറുൽ ഖത്താബ്, അംറു ബിൻ ഹിഷാം, ഇവരിൽ ആരെയാണോ നിനക്കിഷ്ടം, ഇതിൽ ഒരാളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി തരണമേ എന്ന് നബി സഹാബത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചതാണ്. ആ പ്രാർത്ഥന വെറുതെയാകില്ല എന്ന് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇതുകൂടി കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സിൽ ഒന്നുകൂടി ശാന്തമായി നേരെ നബിയുടെ അടുക്കൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ രണ്ട് കൂട്ടരിൽ അള്ളാഹുവിനിഷ്ടം ആരെയായിരുന്നു? ഉമറിനെ ആയിരുന്നു. നമ്മളാണ് പറഞ്ഞു പരത്തിയത് ഉമർ ശിലാഹൃദയനായിരുന്നു എന്ന്. ഇസ്ലാം പഠിപ്പിക്കുന്ന ഉമർ ശിലാഹൃദയനായിരുന്നില്ല. അങ്ങനെ ഒരു മോശക്കാരനായ ഈ രണ്ടിൽ ഒരാൾ മോശ, അത് അംറു ബിൻ ഹിഷാമ. അയാളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാതിരുന്നത്, ഉമറിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഉമറിനെ ഇസ്ലാമിലേക്ക് സെലക്ട് ചെയ്തത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആല സെലക്ട് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാമിന് ശക്തി പകരാൻ, നബിയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 40 പേര് ഉമർ മുസ്ലിമായപ്പോഴാണ് 39 എന്ന എണ്ണം 40 ആയത്. ഈ 40 എണ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇസ്ലാമിൽ പരസ്യ പ്രബോധനത്തിന് അള്ളാഹു അനുവാദം കൊടുത്തത് ഉമർ റളിയല്ലാഹു മുസ്ലിമായതിനു ശേഷം. അതുവരെയും പരസ്യ പ്രബോധനത്തിന് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾക്ക് ഒരു കരുത്തായി. ഒരു വശത്ത് ഹംസ, മറുവശത്ത് ഉമർ ഖത്താബ്. ഇവരുടെ രണ്ടുപേരെ ഇസ്ലാം കൂടിയാണ് മുസ്ലിങ്ങൾക്കൊരു ജീവൻ വച്ചത്. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു നബിയോട്, യാ അയ്യുഹൻ നബിയു ഹസ്ബുക്കല്ലാഹു വനിത്തബഅക മിനൽ മുഅ്മിനീൻ. നബിയെ, താങ്കൾക്ക് അള്ളാഹു മതി, വിശ്വാസികളിൽ നിന്ന് 2 പേരുമെന്ന. അതിൽ ഒന്ന് ഉമറായിരുന്നു എന്നാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത്. മുഹാജിറുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം ഇസ്ലാം സ്വീകരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന. മുഹാജിറുകളുടെ കൂട്ടത്തിൽ അവസാനം ഇസ്ലാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആര് ഇസ്ലാം സ്വീകരിച്ചു? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് നേരെ നബിയുടെ അടുത്ത്, നബിയെ, അലസ്ന അലൽ ഹഖ്, നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലല്ലേ? നബി പറഞ്ഞു, ബലായ ഉമർ, അതെ. അലൈസു അലൽ ബാത്തിൽ, ഈ മറുവശത്തുള്ളവർ ബാത്തിലിൻ്റെ ഭാഗത്തല്ലേ? അതെ ഉമർ. ഫഫീമൽ, പിന്നെ എന്തിനു നമ്മൾ ഇനിയും ഭയപ്പെടണം? നുഖ്രിജു ഫനത്തൂഫുൽ കഅബ, വരൂ നമുക്ക് പരസ്യമായി കഅബ തവാഫ് ചെയ്യാം. അതുവരെയും നബിക്ക് കഅബ തവാഫ് ചെയ്യാൻ അവരനുവദിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് നബിയോട് ഇറങ്ങി വരാൻ ആവശ്യപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് കൊണ്ടുപോയത്. എന്നിട്ട് കഅബ തവാഫ് ചെയ്യുമ്പോൾ നബിയോട് പറഞ്ഞു, ഞങ്ങൾ 2 പേരും ഇടതും വലതും നിൽക്കാം, അങ്ങ് നടുക്ക് നിന്നാൽ മതി. എല്ലാ മുസ്ലിങ്ങളുമായി 2 വരിയായി നിർത്തിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹും ഹംസ റളിയല്ലാഹു അൻഹും കൂടിയിട്ടാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഅബ തവാഫ് ചെയ്യാൻ സൗകര്യമൊരുക്കി. അതിനുശേഷമാണ് നബി പറഞ്ഞത്, നീ ഉമറുൽ ഫാറൂഖാണ് എന്ന്. അവിടെ വച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിന് ഫാറൂഖ് എന്ന നാമകരണം നൽകി നബി ആദ്യം വിശേഷിപ്പിക്കുന്നത് അവിടെ വച്ചിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ആളുകൾ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോഴാണ് ഞങ്ങൾക്ക് അവിടേക്കൊന്ന് ഇറങ്ങി നടക്കാൻ തോന്നിയത് എന്നാണ്. അവസാനം ഹിജറ പോവുകയാണ്. എല്ലാവരും രഹസ്യമായി ഹിജറ പോയി. രഹസ്യമായി ഹിജറ പോകാനായിരുന്നു നിർദ്ദേശം. പക്ഷെ ആ നിർദ്ദേശത്തിൽ ഇളവ് കിട്ടിയ ഏക വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹുവാണ്. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വളരെ രഹസ്യമായി പോയിക്കോ, ഞാൻ അവസാനം വന്നേക്കാമെന്നാണ്. എല്ലാവരും മക്കയിൽ നിന്ന് പോയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പരസ്യമായി അയ്യുഹന്നാസ്, എല്ലാവരും വിളിച്ചു കൂട്ടി, ജനങ്ങളെ, കഥ അലിംതും അന്നി കഥ അസ്ലംതു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. അതുകൊണ്ട് വൈന്നി മുഹാജിറുൻ, ഞാൻ ഹിജറ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തടയാം. തടയുന്നതിന് മുമ്പ് തടയാൻ വരുന്ന ആളുകൾ 3 കാര്യം ആലോചിക്കണം. ഒന്നെങ്കിൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും,
അല്ലെങ്കിൽ മക്കൾ യതീമാവും, ഭാര്യ വിധവയാവും. മൂന്നിലേതെങ്കിലും ഒന്ന് നടക്കും, ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടയാം എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് ഉമറിൻ്റെ മുമ്പിലേക്ക് വന്നില്ല എന്നാണ്. ധൈര്യമായി പരസ്യമായി മക്കയിൽ നിന്ന് ഹിജറ പോയ വ്യക്തി, ഏക വ്യക്തി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആ നാട്ടിലെ പോക്കിരി ആയിരുന്നു എന്ന് ഒരിക്കലും പറയരുത്. അല്ല, ആ നാട്ടിലെ ഏറ്റവും വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന. ആരൊക്കെയോ ആണ് പറഞ്ഞു പഠിപ്പിച്ചത്. ശിലാഹൃദയനാണ്, പോക്കിരിയായിരുന്നു, ഗുണ്ടയായിരുന്നു, റൗഡിയായിരുന്നു എന്ന്. ഇത് അമീറുൽ മുഅ്മിനീനായ രണ്ടാം ഖലീഫയ ഉമറിന് ചേരുന്ന പേരല്ല. ഈ നമ്മളെങ്കിലും അത് പറയരുത് എന്ന്. കാരണം ഇത്ര മോശക്കാരനായ ഒരു മനുഷ്യനെ അള്ളാഹ് ഇഷ്ടപ്പെടുമോ? അല്ല, ആരൊക്കെയോ ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന കഥകളുണ്ട്, ഒരു കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടി എന്നൊക്കെ പറയുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവമേ രേഖപ്പെട്ടിട്ടില്ല. അത് ഉമർ റളിയല്ലാഹു അല്ല, മറ്റൊരാളെ പറയുന്നുണ്ട്. അത് ഉമർ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഏതോ ആളുകൾ, ഷിയാക്കൾ ഉമർ റളിയല്ലാഹുവിനെ എഴുതാൻ വേണ്ടി പഠിച്ചുണ്ടാക്കിയതാണ്. ഉമർ റളിയല്ലാഹുവിന് മറ്റൊരു പ്രത്യേകത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. നബിയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ടെന്നാണ്. ഹുദൈബിയ സന്ധിയാണ് നിർണായകമായ ഘട്ടം. നമുക്കറിയാം, ആ 10 കരാറിൽ 10 മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. 10 മുസ്ലിങ്ങൾക്കെതിരായിരുന്നു. ഒരു നിലക്കും സഹിക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ട ഉമർ നേരെ നബി ടെൻറ്റിലേക്ക് കൂടി ചോദിച്ചു, അലസ്ത ബി റസൂലില്ല, ഇപ്പം പറയണം, അങ്ങ് ശരിക്കുള്ള നബിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി ചോദിച്ചു, എന്താണ് ഉമർ? അലസ്തു മലൽ ഹഖ്, അല്ല നമ്മൾ സത്യത്തിലല്ലേ, സത്യം പറ. ബലായ ഉമർ, അതേ ഉമറെ. അലസ്തു മലൽ ബാത്തിൽ, അവർ ബാത്തിലിൻ്റെ ആളുകളല്ലേ, അതേ നബിയെ. നമ്മൾ മരിച്ചാൽ സ്വർഗത്തിലും അവർ മരിച്ചാൽ നരകത്തിലുമല്ലേ, അതേ ഉമർ. പിന്നെ എന്തിന് നിന്യത സഹിക്കണം നബിയെ, എന്തിന് സഹിക്കണമെന്ന് നബിയോട് ചോദിച്ചു. അപ്പോൾ നബി ഉമറിനെ ശാന്തനാക്കി, ഉമറെ ആന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശാന്തനാക്കി എന്ന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാരണം അദ്ദേഹം, ഉമർ റളിയല്ലാഹു ഒറ്റയാൾ മുമ്പിൽ നിന്നാൽ മതിയായിരുന്നു. ഹുദൈബിയ സന്ധി ധൈര്യമായി ഇവർക്ക് മക്കയിൽ പോയി ഉംറ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ വഹീൻ്റെ നിർദ്ദേശപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു മാർഗം തിരഞ്ഞെടുത്തത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച സമയത്ത് ആ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത വ്യക്തി, ഏക വ്യക്തി ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എല്ലാവരും ആരെങ്കിലും നബി മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ്റെ തല ഉടലിൽ കാണില്ല എന്ന് പറഞ്ഞു. ആർക്കും ഉമറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് എല്ലാവരും ഓടി അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു കൊണ്ടുവന്നു. ഇവിടെ സംഗതി ആകെ പ്രശ്നമാണ്, ഓടി വരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ വീട്ടിൽ വഫാത്തായി കിടക്കുകയാണ്. ആളുകൾ നോക്കുമ്പോൾ ഉമർ ഇവിടെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് വന്നു, ഒരക്ഷരവും പറഞ്ഞില്ല. നബിയുടെ റൂമിൻ്റെ അകത്ത് കയറി പ്രവാചകൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പുതപ്പ് മാറ്റി പ്രവാചകൻ്റെ മുഖത്ത് ചുംബിച്ച് നേരെ വന്ന് മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദിനെയാണ് ഇത്രയും നാളും ആരാധിച്ചിരുന്നുവെങ്കിൽ ആ മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു ഹയ്യാണ്, കയ്യുമായി നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന ആയത്ത് ഓതിക്കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു ശാന്തനായത് എന്നാണ്. ഉമർ റളിയല്ലാഹുവിനെ ശാന്തനാക്കാൻ കഴിയുന്ന ഏക വ്യക്തി അബൂബക്കർ സിദ്ദീഖായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ വരവ് നബിയെ കൊല്ലാൻ. അവസാനം എവിടെ ചെന്ന് പെട്ടു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം കിട്ടി എന്നുള്ളതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായി കരിച്ചത്ത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതിയുണ്ട്, ലൗ കാന ബഅദി നബിയുൻ ലകാന ഉമർ. എനിക്ക് ശേഷം പ്രവാചകത്വം ഒരു നബി വരാനുണ്ടായിരുന്നുവെങ്കിൽ അത് ഉമറായിരുന്നു എന്നാ. എനിക്ക് ശേഷം പ്രവാചകന്മാർ വരാനില്ല, അങ്ങനെ ഒരു പ്രവാചക പരമ്പരയ്ക്ക് ഒരു തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് യോഗ്യനാരാണ്?
ഉമറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ നബി പറഞ്ഞു, എനിക്ക് സ്വർഗീയ സൗകര്യങ്ങൾ കാണിച്ചു തന്നു. അപ്പോഴതാ ഒരു സ്വർണ്ണ കൊട്ടാരം എനിക്കെൻ്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ആരുടേതാണ്, ഇതിൻ്റെ അവകാശി? ജിബ്രീൽ പറഞ്ഞു, ഉമർ, ഇത് ഉമറിനുള്ളതാണ്. നബി പറഞ്ഞു, ഉമറെ, നിന്നെ വിചാരിച്ചിട്ട് മാത്രം ഞാൻ അതിൽ കയറിയില്ല എന്നാണ്. ആ സ്വർണ്ണ കൊട്ടാരം ഉമർ അല്ലാഹുവിനു വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. എന്താണ്? പിശാജ് ഉമർ അല്ലാഹു ഒരു വഴിയിലൂടെ വരുന്നത് കണ്ടാൽ പിശാജ് ആ വഴി മാറി മറ്റൊരു വഴി തിരഞ്ഞെടുക്കുമെന്ന്. ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ല, ഹക്കായിരുന്നു എന്ന. ഉമറിനെ കണ്ടാൽ പോലും പിശാജ് പോലും വഴി മാറി സഞ്ചരിക്കാൻ പാകത്തിന് ആത്മവിശുദ്ധിയും ധാർമ്മിക നിലവാരമുള്ള വ്യക്തി കൂടിയായിരുന്നു ആര്? ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത്, നബിയെ, അയ്യുന്നാസി അഹബു ഇലൈക, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? അപ്പോൾ നബി പറഞ്ഞു, ആയിഷ, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ആയിഷാനിയാണ് എന്ന. അപ്പോൾ ചോദിച്ചു, മിന റിജാൽ, പുരുഷന്മാരിൽ നിന്നോ? നബി എന്താ പറഞ്ഞെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് എന്നല്ല, അബൂഹ, അവരുടെ ഉപ്പയാണെന്ന. നമുക്ക് ആയിഷയെ പരിഗണിച്ചതാണ്. എനിക്ക് ആയിഷയാണ് ഇഷ്ടം, പുരുഷന്മാരിൽ നിന്ന് ഇഷ്ടം അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയാതെ അബൂഹ, അവരുടെ ഉപ്പയാണ് എനിക്കിഷ്ടം. അപ്പോൾ രണ്ടാമതോ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിനെയാണ് എന്ന. മൂന്നാമത് ആരെയാണെന്ന് ചോദിച്ചില്ല എന്നാ. കാരണം നബി വേറെ വല്ല പേര് പറയുമെന്ന് പേടിച്ചിട്ട് അവിടെ നിർത്തി എന്നാണ് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയാകുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. നബി സല്ലല്ലാഹു മരിച്ചു കഴിഞ്ഞു. ആ സമയത്താണ് മദീനയിലെ ആളുകൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ നബിക്ക് ശേഷം പിൻഗാമിയായി നിശ്ചയിച്ചുകൊണ്ട് തീരുമാനമെടുത്തു. ഈ വിവരം ഒരു സഹാബി ഓടി വന്ന് ഉമറിനോട് പറഞ്ഞു, ഉമറെ, അവിടെ മീറ്റിങ്ങിലാണ്, സഅദ് ഇബ്നു ഉബാദയെ തിരഞ്ഞെടുത്തിരിക്കുന്നു അടുത്ത ഖലീഫയായിട്ട് എന്ന. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ഓടി അബൂ ഉബൈദയുടെ വീട്ടിലേക്ക്. അബൂ ഉബൈദയെ വിളിച്ചു പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഉടനെ അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ പോകണം. അബൂബക്കർ സിദ്ദീഖ് ആയിഷ ബീവിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപൃതന ഓടി. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖിനെ വിളിച്ചു. അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, ഉമറെ, എന്താ എത്ര ധൃതി? ഞാൻ തിരക്കിട്ട ജോലിയിലാണെന്ന് നിങ്ങൾ അറിയില്ലേ? ഉമർ പറഞ്ഞു, ഇതിനേക്കാൾ തിരക്ക് പിടിച്ച ഒരു ജോലിയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാ. നേരെ വിളിച്ച് അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി ഉമർ അബൂ ഉബൈദയെയും കൂട്ടി നേരെ ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോൾ അൻസാരികളെല്ലാവരും മീറ്റിംഗ് കൂടി സഅദ് ഇബ്നു ഉബാദയെ ഖലീഫയാക്കുകയാണ്. മിന്ന അമീറും വമിൻകും അമീർ, ഞങ്ങൾ സഅദ് ഇബ്നു ഉബാദയെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ മുഹാജിർ നിങ്ങളൊരാൾ തിരഞ്ഞെടുത്തോ. അപ്പം ഞങ്ങൾ നിന്നൊരാൾ, നിങ്ങൾ നിന്നൊരാൾ എന്ന. ഇത് പിന്നീട് പ്രശ്നമാകുമെന്ന് കണ്ട ദീർഘദൃഷ്ടിയുള്ള ഉമറിൽ പറഞ്ഞു, അത് പറ്റില്ല. മിന്നൽ ഉമറ, ഞങ്ങളാണ് അഥവാ മുഹാജിറുകളാണ് നേതൃത്വ പരമ്പരയിലേക്ക് വരേണ്ടത്. ഒമിൻകുമുൽ വുസ്റ, നിങ്ങൾ ഞങ്ങളുടെ സഹായികളായി ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. അവസാനം തർക്ക വിതർക്കങ്ങൾ നടന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് അൻസാരി, നിങ്ങൾ ഈ രണ്ടു പേരിൽ അബൂ ഉബൈദത്തുൽ ജറാഹിനെയോ ഉമർ ഇബ്നുൽ ഖത്താബിനോ, ഇവർ രണ്ടു പേരിൽ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ അബൂബക്കർ സിദ്ദീഖിൻ്റെ മനസ്സ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായി വിയർത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾക്ക് സംശയമായി, അബൂ ഉബൈദയെ തിരഞ്ഞെടുക്കണോ ഉമറിനെ തിരഞ്ഞെടുക്കണോ എന്ന്. ഈ സമയത്ത് നേരെ ഉമർ റളിയല്ലാഹു എഴുന്നേറ്റ് ചോദിച്ചു, ഈ കൂട്ടത്തിൽ അബൂബക്കറിനേക്കാളും യോഗ്യനുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖിനേക്കാളും യോഗ്യനായ ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഒരു മനുഷ്യനും മുന്നോട്ട് കടന്നു വന്നില്ല. അങ്ങനെയാണ് സങ്കീർണമായ ആ സദസ്സ് ശാന്തമാക്കി
വളരെ ദീർഘദൃഷ്ടിയോടുകൂടി അബൂബക്കർ സിദ്ദീഖിൻ്റെ കൈ പിടിച്ചിട്ട് ആദ്യം ബൈഅത്ത് ചെയ്തിട്ട് ഖലീഫയാക്കുന്നത്. പിന്നെ തുടർച്ചയായി ബാക്കി എല്ലാവരും ഖലീഫയായി അബൂബക്കർ സിദ്ദീഖിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ യമാമ എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ കുറേ ആളുകൾ ഇസ്ലാമിൽ നിന്ന് വിട്ട് പിരിഞ്ഞ് മുർത്തദ്ദായിപ്പോയി. അബൂബക്കർ സിദ്ദീഖിൻ്റെ ഭരണകാലത്താണ്. ഈ യമാമ യുദ്ധത്തിലെ ഒരു രംഗമുണ്ട്. നബിക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹമുണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഖതീബ് ഖുറൈശ്. ഖുറൈശികളിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു പ്രാസംഗികനാണ് സുഹൈൽ ഇബ്നു അംർ എന്ന്. ഈ സുഹൈൽ ഇബ്നു അംറാണ് ഹുദൈബിയ സന്ധി എഴുതാൻ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് വന്ന മധ്യസ്ഥൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് അബൂജന്തൽ റളിയല്ലാഹു അൻഹു. ഈ അബൂജന്തൽ ആദ്യം മുസ്ലിമായിരുന്നു. ഹുദൈബിയ സന്ധിയിൽ പിടിച്ചു കൊണ്ടുപോയത് അബൂജന്തലിനെയാണ്. അപ്പോൾ ഈ സുഹൈൽ ഇബ്നു അംറിൻ്റെ നബിക്കെതിരെയുള്ള സംസാരം കേട്ട് മടുത്ത് ഉമറുള്ള ഒരു നബിയെ എനിക്ക് വിട്ടതാ, അവൻ്റെ മുന്നിലെ 2 പല്ല് ഞാനങ്ങ് എടുത്ത് കളയാം, പിന്നെ അവൻ സംസാരിക്കില്ലെന്ന് പറഞ്ഞു. ഉമർ അത് ചെയ്യും, ഉറപ്പാണ്, കരുത്തനാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാ വേണ്ട ഉമറെ. എൻ്റെ നബി ഉമറിനോട് പറഞ്ഞു, ലഅല്ലക യഖിഫു മഖാമൻ യസുറക. ഉമറെ, ഇപ്പം അത് വേണ്ട. ഒരു നാളിൽ നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥാനത്ത് നിനക്ക് സുഹൈൽ ഇബ്നു അംറിനെ കാണാൻ പറ്റും എന്ന ചരിത്രം കടന്നുപോയി. ഇതാരും ഓർത്തിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖിൻ്റെ മക്ക വിജയം കഴിഞ്ഞപ്പോൾ ഈ സുഹൈൽ ഇബ്നു അംർ ഇസ്ലാം സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിലാണ് യമാമയിലെ കള്ളപ്രവാചകനായ മുസൈലിമ രംഗത്ത് വന്ന് ആളുകളിങ്ങനെ വിളിച്ചുകൊണ്ട് പോവുക. ആളുകൾ തടിച്ചുകൂടി മുസൈലിമയുടെ കൂടെ. ഈ രംഗം കണ്ട അബൂജന്തൽ ഓടി പോയി ഉപ്പയെ വിളിച്ചു. ഉപ്പ, നല്ല ചാൻസാണ്, ഓടി വരണം. മുസൈലിമ കള്ളപ്രവാചകൻ ആളുകളെ വിളിച്ചു കൂട്ടി പ്രസംഗിക്കുകയാണ്. ഇത് കേട്ട സുഹൈൽ ഇബ്നു അംർ ഓടി വരികയാണ്. വന്നിട്ട് നേരെ കയറി മുസൈലിമേനെ വലിച്ച് താഴേക്കിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കൂടിയ ആളുകളോട് പറഞ്ഞു, യാ അഹ്ലൽ മക്ക, അല്ലയോ മക്കക്കാരെ, ലാ തക്കൂനു ആഖിറമൻ അസ്ലമ വ അവ്വലുമൻ ഇർത്തദ്. ഇസ്ലാമിലേക്ക് അവസാനമായി കടന്നു വന്നവരും ആദ്യമായി മുർത്തദ്ദായി പോയവരും നിങ്ങളാകരുത് എന്നാണ് സുഹൈലിൻ്റെ സംസാരം. നിങ്ങൾ അവസാനമായി ഇസ്ലാമിലേക്ക് കടന്നു, ആദ്യമായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവർ നിങ്ങളാകരുത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് മുസൈലിമയുടെ ചുറ്റുമുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും സുഹൈൽ ഇബ്നു അംറിൻ്റെ പ്രസംഗത്തിന് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് ഈ രംഗത്താണ് ആര് വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോൾ സുഹൈൽ ഇബ്നു അംർ പ്രസംഗിക്കുകയാണ്. ഇതാണ് നബി അന്ന് പറഞ്ഞത്, ഉമറെ, അവനെ വിട്ടേക്ക്, നിനക്ക് സന്തോഷം പകരുന്ന ഒരു സ്ഥാനത്ത് നിനക്ക് പിന്നെ ഇവനെ മുസൈലിനെ കാണാം എന്നാണ് പറഞ്ഞത്. അത് നബിയുടെ പ്രവചനം കൂടിയായിരുന്നു എന്നാണ്. 400-ലധികം സഹാബത്ത് യമാമയിൽ മരിച്ചു, ഷഹീദായി. ആദ്യമായി ഖുർആൻ ക്രോഡീകരിക്കണമെന്ന ചിന്ത ഉദിച്ചത് ഉമർ റളിയല്ലാഹുവിൻ്റെ ബുദ്ധിയിലാണ്. അദ്ദേഹമാണ് അബൂബക്കർ സിദ്ദീഖിനോട് ഈ സംഗതി പറഞ്ഞത്. അങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ ചിന്ത വരുന്നത്. ഈ യമാമ യുദ്ധത്തിന് ഉമറുമായി മറ്റൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, അനിയൻ സെയ്ദ് ബിൻ ഖത്താബ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഒരു വീക്ക്നെസ്സായിരുന്നു സെയ്ദ്, അനിയൻ, ജീവന് തുല്യം സ്നേഹിച്ച. ഈ സെയ്ദ് റളിയല്ലാഹു അൻഹു ഉമറിന് മുമ്പ് മുസ്ലിമായിരുന്നു. അദ്ദേഹം യമാമ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി. ഈ പോയപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമറും കൂടെ പോയിരുന്നു. തിരിച്ചു വരുന്നത് ഈ അബ്ദുല്ലാഹിബ്നു ഉമർ ഒറ്റക്ക. അപ്പോൾ ഉമർ ചോദിച്ചു, ഐനൽ സെയ്ദ്, സെയ്ദ് എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സെയ്ദ് ഷഹീദായി എന്ന. ഉമർ മകൻ്റെ ഉടുപ്പിന് പിടിച്ചിട്ട് ചോദിച്ചു, സെയ്ദ് ഷഹീദാകുകയും നീ തിരിച്ചു പോരുകയും ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, അദ്ദേഹം ഷഹാദത്തിന് ആഗ്രഹിച്ചു, അള്ളാഹു അത് നൽകി. ഞാൻ ഷഹാദത്തിന് ആഗ്രഹിച്ചു, എനിക്കത് നൽകിയില്ല എന്ന് ഉപ്പയോട് പറയുന്നുണ്ട്. ഈ രംഗം നിങ്ങൾ ഓർത്തിരിക്കണം. ഉമർ റളിയല്ലാഹുവിൻ്റെ വലിയൊരു വീക്ക്നെസ്സായിരുന്നു സ്വന്തം അനിയൻ സെയ്ദ്
യമാമയിൽ രക്തസാക്ഷിയായത് എന്നാണ്. പിന്നീട് കാണുന്നത് എപ്പോഴാണെന്നറിയോ? ഇദ്ദേഹം ഖലീഫയായിരിക്കുമ്പോൾ ഈ ഹൻസ എന്ന് പറയുന്ന ഒരു കവിയത്രി, അവർ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവർ 2 ആങ്ങളമാർ മരിച്ചിരുന്നു. ഈ ആങ്ങളമാരുടെ 2 ചെരുപ്പ് കഴുത്തിൽ തൂക്കി ഈ പാട്ടും പാടിക്കൊണ്ട് നടക്കലായിരുന്നു ഇവരുടെ പരിപാടി. അവർ മുസ്ലിം ആയതിനു ശേഷവും ഇത് തുടർന്നു. അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്ത ആളുകൾ പോയി പരാതി പറഞ്ഞു. ഇങ്ങനെ ഉമർ അല്ലാഹുവിൻ്റെ കാലഘട്ടം ആൾക്കാർ പറഞ്ഞു, നമുക്ക് ഇപ്പം നിർത്തിക്കാം, ഉമറിനോട് പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു ഹൻസായിനെ, ചോദിച്ചു, നിങ്ങളിങ്ങനെ ഈ ചെരുപ്പും തൂക്കി നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, അത് എൻ്റെ ആങ്ങളമാരെക്കുറിച്ചുള്ള ദുഃഖത്തിലാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ വലിയ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കവിതകൾ പാടാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ മുമ്പിൽ വെച്ച് ഈ ഹൻസായി കവിത ചൊല്ലി യമാമ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. സെയ്ദിൻ്റെ പേര് പറഞ്ഞപ്പോൾ പൊട്ടി അങ്ങടെ കരഞ്ഞു. മദീന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തൽക്കാലം പൊയ്ക്കോ, ഓരോ ആളുകൾക്കും അവൻ്റെ കുടുംബക്കാർ മരിക്കുമ്പോൾ വേദന അവർക്കേ അറിയുകയുള്ളൂ എന്നും പറഞ്ഞ് ഹൻസായിനെ ഒന്നും പറയാതെ തിരിച്ചയച്ചു. പിന്നീട് ആയിഷ ബീവിയാണ് വിളിച്ചോട്ട് പറഞ്ഞു, ഹൻസായെ, ഏറ്റവും നല്ല വ്യക്തി നബി മരിച്ചിട്ട് ഞാൻ ആ ദുഃഖം അടക്കിയില്ലേ, അതിലും വലുതാണോ നിൻ്റെ ആങ്ങളമാർ എന്ന് പറഞ്ഞപ്പോഴാണ് ഹൻസാ ആ ചെരുപ്പ് ഒഴിവാക്കിയെന്ന്. ഞാൻ പറഞ്ഞത് ഈ ഹൻസാവ് പറയുന്നുണ്ട്, ഞാൻ മാ റഅയ്തു അഹദൻ അർഫഖു വഹുവ ഉമർ, ഉമറിനെ പോലെ സൗമ്യനായ കാരുണ്യവും അലിയും ആർദ്രതയുമുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സെയ്ദിൻ്റെ പേരു കേൾക്കുമ്പോഴേക്കും കുട്ടിയെപ്പോലെ നിന്ന് കരയുന്ന ഉമറിനെയാണ് ഞാൻ കണ്ടതെന്ന്. ഉമർ അല്ലാഹു പറഞ്ഞെന്തറോ, സബഖനി ബിൽ ഹസനൈൻ, എൻ്റെ സെയ്ദ് 2 കാര്യം കൊണ്ട് എന്നെ കവച്ചു വെച്ചു. ഒന്ന് അൽ ഇസ്ലാം, എനിക്ക് മുമ്പ് അവൻ ഇസ്ലാം സ്വീകരിച്ചു, വശഹാദ, എനിക്ക് മുമ്പ് ഷഹീദായി എന്നാണ് തൻ്റെ അനുജനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്നർത്ഥം. നമുക്ക് അത്രയും ഒരു മനസ്സിൽ സ്നേഹവും കാരുണ്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ചുരുക്കാണ്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന രംഗമുണ്ട്. നിങ്ങൾ ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ. അബൂബക്കർ സിദ്ദീഖ് രോഗിയായി കിടക്കുകയാണ്. ആദ്യം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഉമർ, ഞാൻ നിങ്ങളോട് ഉമറിനെ കുറിച്ച് ചോദിക്കുകയാണ്. എനിക്ക് ശേഷം ഉമറിനെ ആക്കാനാണ് എൻ്റെ ആഗ്രഹം. എന്താണ് താങ്കളുടെ അഭിപ്രായം? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇന്നഹു അഫ്ളലു മിൻ റഈക, താങ്കളുടെ സെലക്ഷൻ നല്ലതാണ്, പക്ഷേ ഒരല്പം പരുക്കനാണല്ലോ ഉമർ എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു. ശരി, താങ്കൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. രണ്ടാമത് ഉസ്മാൻ ബിൻ അഫ്ഫാനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഉമറിനെ കുറിച്ച് നിൻ്റെ അഭിപ്രായം? അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, സെരീറുഹു ഖൈറു മിൻ അലാനിയത്തിഹി, ഉമറിൻ്റെ പരസ്യ ജീവിതത്തെക്കാൾ സൂക്ഷ്മമാണ് രഹസ്യ ജീവിതം. അതേപോലെ ഒരാൾ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തില്ല എന്ന് ആര് പറഞ്ഞു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു. മൂന്നാമത് വിളിച്ച ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയാണ്. ചോദിച്ചു, എന്താണ് ഉമറിനെ ഖലീഫയാക്കുന്നത് താങ്കളുടെ അഭിപ്രായം? അദ്ദേഹം ചോദിച്ചു, ഉമറിനെയോ? അള്ളാഹിൻ്റെ മുമ്പിൽ അബൂബക്കറെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ പരുക്കനായ ഈ മനുഷ്യനെ ഞങ്ങൾക്ക് മേൽ ഖലീഫയാക്കിയിട്ട് പോയാൽ അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ രോഗിയായി കിടന്ന അബൂബക്കർ സിദ്ദീഖ് പറയാണ്, ചൂടായി, അജിലിസൂനി, എന്നൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്തു. എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ആ തുഹഫിഫൂനി ബില്ല, നിങ്ങൾ അള്ളാഹിനെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണ്. അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന് എന്നെ പേടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്നോട് ചോദിക്കുകയാണ്, എന്തിൻ്റെ പേരിലാണ് ഉമറിനെ ഖലീഫയാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ പ്രവാചകൻ ഉമറിനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോട് വിട പറഞ്ഞത്, അതുകൊണ്ട് ഞാനും ആ വിഷയത്തിൽ തൃപ്തനാണ് എന്ന് ഞാൻ റബ്ബിനോട് മറുപടി പറയും. അതുകൊണ്ട് അള്ളാഹിനെ പറഞ്ഞ് നിങ്ങൾ എന്നെ പേടിപ്പിക്കരുത് എന്ന് ശക്തമായി പറയുകയാണ്.
എന്നിട്ട് നാലാമതായി ഉമറിനെ വിളിച്ചു. പറഞ്ഞു, ഉമറെ, എനിക്ക് ശേഷം താങ്കളെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഉമർ ഞെട്ടിപ്പോയി. ഉമർ, ഞാൻ വല്ലാഹി മാ വദിത്തു ഹാദാ, ഞാൻ ഇന്നേ വരെ ഇത് ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അബൂ സിദ്ദീഖ് പറഞ്ഞു, ലൗ അറത്ത മാ വല്ലൈതുക, നീ ഇത് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ ഞാൻ നിന്നാക്കുമായിരുന്നില്ല. നിനക്ക് ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം എന്നാണ്. എന്നിട്ട് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇന്നി ഖദിസ്തഖലഫ അലൈക്കും ദാത്ത ഖറാബത്തിൻ, എനിക്ക് ശേഷം ഞാൻ ഖലീഫയാക്കുന്നത് എൻ്റെ കുടുംബക്കാരനെ അല്ല, മറിച്ച് മാ അഖ്റജക്കും റജുലുൻ മിസ്ല ഉമർ, ഈ കൂട്ടത്തിൽ ഉമറിനെ പോലെ യോഗ്യനായൊരു മനുഷ്യനെ ഞാനിപ്പോൾ കാണുന്നില്ല. സഹലുൻ ഫി ദുനിയ, ദുനിയാവിൻ്റെ വിഷയത്തിൽ വളരെ ലളിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണ്. ഷദീദുൻ ഫിൽ ഹഖ്, സത്യത്തിൽ കർക്കശ നിലപാട് സ്വീകരിക്കുന്നവനാണ്. വലാ യഖ്ശാ ബില്ലാഹി ലൗബത്ത ലഈം, ദീനിൻ്റെ പേരിൽ ഒരു ആക്ഷേപത്തെയും അദ്ദേഹം ഭയപ്പെടാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും അടക്കി അയച്ചിട്ട് പറഞ്ഞു, ഉമറെ, നീ അവിടെ നിൽക്കുന്നു പറഞ്ഞു. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് ഉമറിനോട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, നമ്മൾ സൂക്ഷിക്കണം. ഇത്തഖില്ലാഹ യാ ഉമർ. അബൂബക്കർ സിദ്ദീഖ് രോഗിയായി അവശനാണ്. ഉമറിനെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറെ, അള്ളാനെ സൂക്ഷിക്കണം കേട്ടോ. അന്നല്ലാഹി അമലൻ ബിൽ നഹാർ ലാ യഖ്ബിലുഹു ബില്ലൈൽ. ഉമറെ, പകലിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്തു തീർക്കേണ്ട കുറേ ജോലികളുണ്ട്, നീ അത് രാത്രി ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുകയില്ല. രാത്രി ചെയ്യേണ്ട അമൽ പകൽ ചെയ്താൽ അത് അള്ളാഹ് സ്വീകരിക്കുകയില്ല. രാത്രി ചെയ്യേണ്ട അമലുകൾ രാത്രി തന്നെ നിർവഹിച്ചിരിക്കണം, പകൽ ചെയ്യേണ്ടവ പകലിൽ തന്നെ നിർവഹിച്ചിരിക്കണം എന്ന് പറഞ്ഞ് ഉമറിൽ ഉപദേശം കൊടുത്തിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് അവസാന കണ്ണടയ്ക്കുന്ന. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ ജനങ്ങളെ ഉമറിൽ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, അന്നന്നാസ ഖാഫു ശിദ്ദത്തി വഗില്ലത്തി, ജനങ്ങളെ, എൻ്റെ പരുക്കൻ സ്വഭാവവും എൻ്റെ കർക്കശ നിലപാടും നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ പറയും, നബി കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഉമർ പരുക്കനായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഉമർ പരുക്കനായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സമാധാനമുണ്ടായിരുന്നു, നബി ഉണ്ടായിരുന്നല്ലോ, അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഉമർ ഒറ്റക്കാണ്. ഇനി എന്തായിരിക്കും ഞങ്ങളുടെ അവസ്ഥ എന്നായിരിക്കും ശരി. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ എൻ്റെ അടുക്കൽ ദുർബലനായിരിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ദുർബലൻ എൻ്റെ അടുക്കൽ ശക്തനായിരിക്കും. ദീനിൻ്റെ പേരിലായിരിക്കും ഞാൻ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോവുകയാണ്. ഭാര്യ ആത്തിക റളിയല്ലാഹു പറയുകയാണ്, ഒരു റൂമിൽ കയറി അടച്ചിരുന്നിട്ട് കുട്ടികൾ കരയുന്നത് പോലെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി ഗലീദുൻ ഫലയ്യിനി, നാഥാ, ഞാൻ ഒരല്പം പരുക്കനാണ്, എന്നെ സൗമ്യനാക്കണേ. വ ഇന്നി ലഈഫുൻ ഫഖവ്വിനി, ഞാൻ എല്ലാ നിലക്കും ദുർബലനാണ്, എനിക്ക് നീ ശക്തി തരണേ. നിങ്ങൾ ആരാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പരുക്കനാണ്, അല്പം പരുക്കനാണ്, എന്നെ നീ സൗമ്യനാക്കണം, ഞാൻ ദുർബലനാണ്, എന്നെ നീ ശക്തനാക്കണം എന്ന് പ്രാർത്ഥിക്കണം. അവസാനം ആത്തിക പറഞ്ഞു, മതി പ്രാർത്ഥിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടുകൊണ്ട് പോയതാണല്ലോ എന്നാണ്. അത് കഴിഞ്ഞ് നേരെ മക്കളെ വിളിക്കുകയാണ്. മക്കളെ എല്ലാവരും വിളിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, കദലീം ലിമ ജഅമതു ഹാദാ, എന്തിനാ വിളിച്ചത് നിങ്ങൾക്കറിയോ? എന്തിനാ വിളിച്ചത്? നിങ്ങളുടെ ഉപ്പ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങൾ ആദ്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഞാൻ മുസ്ലിങ്ങളോട് ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. ഞാൻ മുസ്ലിങ്ങളോട് പാടില്ല എന്നൊരു സംഗതി പറഞ്ഞാൽ അതിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കേണ്ടത് നിങ്ങളായിരിക്കണം. അവസാനം നിങ്ങൾ പറയും, ഞങ്ങളുടെ വാപ്പ ഖലീഫ ആകായിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ പറയും. അതെനിക്ക് വിഷയമേ അല്ല. ഇതാണ് നിലപാട്. ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അത് ആദ്യം ചെയ്യേണ്ടത് എൻ്റെ മക്കളായിരിക്കണം. ചെയ്യരുതെന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കേണ്ടത് നിങ്ങളായിരിക്കണം എന്ന് മക്കൾക്കും കൊടുത്ത് ഉപദേശം കൊടുത്തിട്ടാണ് അദ്ദേഹം മക്കളെ പറഞ്ഞു വിടുന്നത്. ഉമർ അല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഒരുപാട് വിജയങ്ങൾ നടക്കുന്നതൊക്കെ. നമുക്കറിയാം, ഹിജറ 15-ാം വർഷത്തിലാണ് ഖാദിസിയ, യർമൂക്ക്,
യുദ്ധങ്ങളൊക്കെ നടന്ന് ബൈത്തുൽ മുഖദ്ദസ് അടക്കം ആരുടെ കയ്യിലേക്ക് വരുന്നത്? ഉമർ അല്ലാഹുവിൻ്റെ കയ്യിലേക്ക് വരുന്നത്. അന്ന് ഖലീഫയോട് പറഞ്ഞു, ഗവർണറോട് പറഞ്ഞു, അവിടുത്തെ പുരോഹിതൻ, നിങ്ങൾക്ക് ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് വിട്ടുതരാം, പക്ഷേ ഇതിൻ്റെ താക്കോൽ സ്വീകരിക്കാൻ നിങ്ങളുടെ ഖലീഫ നേരിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ മദീനത്തുൽ ഉമർ എല്ലാവരും കൂടി ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. ചിലർ പറഞ്ഞു അങ്ങനെ പോകണ്ട, ആ പിടിവാശി പാടില്ലല്ലോ എന്ന് പറഞ്ഞു. അലി ഇബ്നു അബി താലിബ് പറഞ്ഞു അതല്ല, അങ്ങ് പോകണം, അവർ അങ്ങയെ ബഹുമാനിച്ചുകൊണ്ട് വിളിച്ചതാണ്, അങ്ങ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായി ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് ഏറ്റുവാങ്ങാൻ മഹാനായ ഉമർ. ആ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ്. നേരെ പോയി ആ പുരോഹിതിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ താക്കോല് ഏറ്റുവാങ്ങുന്നുണ്ട്. ഒരു നിരക്കുമുള്ള ഒരു തുള്ളി രക്തം പോലും വീഴാതെയാണ് ബൈത്തുൽ മുഖദ്ദസ് അന്ന് മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ സമയത്താണ് രണ്ട് പ്രധാന സംഭവങ്ങളുണ്ടായി. ഒന്ന്, പ്ലേഗ് പരന്നു നാട്ടിൽ മുഴുവൻ. പ്ലേഗ് പരന്നപ്പോൾ അംവാസ് എന്ന സ്ഥലത്തെ ഗവർണർ അബൂ ഉബൈദത്തുൽ ജറാഹാണ്. ഉമർ ഉടനെ കത്തെഴുതി, താങ്കൾ ഉടനെ മദീനത്തേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഉബൈദ മറുപടി കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ പ്ലേഗ് പരന്നാൽ അല്ലെങ്കിൽ പകർച്ചവ്യാധിയിൽ പരന്നാൽ അവിടെ നിന്ന് ആരും പുറത്തേക്ക് പോകാനും പാടില്ല, പുറത്തുനിന്ന് ആരും അങ്ങോട്ടും വരരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അതഫിറു മിൻ ഖലാ ഇല്ല, അള്ളാഹുവിൻ്റെ ഖലാ ഇവിടെ തന്നെ കിടന്ന് മരിക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു. ഉമർ അല്ലാഹു പറഞ്ഞു, അബൂ ഉബൈദ, താങ്കളല്ലാത്ത ഒരാളാണ് ഈ മറുപടി എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നല്ല അടി അടിച്ചിരുന്നു. അഫിറു മിൻ ഖലാ ഇല്ല ഇലാ ഖലാ ഇല്ല, ഇവിടെ നിന്ന് പോകുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്, എവിടെയാണ് മരിക്കേണ്ടത് അതും അള്ളാഹുവിൻ്റെ ഖലാ ആണ് എന്ന് പറയുന്നത്. പക്ഷെ അബൂ ഉബൈദ എന്ത് ചെയ്തില്ല, പോയില്ല. അദ്ദേഹം പ്ലേഗ് ബാധിച്ച് അവിടെ തന്നെ ഷഹീദാകുകയാണ് ഉണ്ടായത്. അതിനു മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദയെ കാണാൻ പോകുന്ന രംഗമുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഇവരൊക്കെ ആരായിരുന്നു എന്ന്. അപ്പോൾ അന്ന് അവിടുത്തെ ഗവർണറാണ് അദ്ദേഹം. ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ ആദ്യം ആത്തൂനി ത്വആമുൽ ജയ്ഷ്, ഇവിടുത്തെ സൈനികരായ ആൾ, പട്ടാളക്കാർ കഴിക്കുന്ന ഭക്ഷണം എനിക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ പട്ടാളക്കാർ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുവന്നു. അതിൽ നിന്നൊരല്പം ഉമർ കഴിച്ചിട്ട് പറഞ്ഞു, വ ത്വആമുൽ അമീർ, ഇനി അമീറിൻ്റെ ഭക്ഷണം, അബൂ ഉബൈദയുടെ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അബൂ ഉബൈദ ഭക്ഷണം കണ്ടപ്പോൾ ഉമർ കരഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ആ ഭക്ഷണം മാറ്റി വയ്ക്കുന്നു പറഞ്ഞു. നേരെ അബൂ ഉബൈദയുടെ വീട്ടിലേക്ക് ചെല്ലുക. നിങ്ങൾക്ക് ഒരു രാജ്യത്തിൻ്റെ ഷാമിൻ്റെ ഭരണാധികാരിയാണ് അബൂ ഉബൈദ. നേരെ വീട്ടിൽ ചെന്നപ്പോൾ ഉമർ അല്ലാഹു പറഞ്ഞൊരു സംഗതിയുണ്ട്, ഒയ്യർത്തി ദുനിയ കുല്ലഹ ഇല്ലാവ ഉബൈദ, ദുനിയാവ് എല്ലാവരെയും സ്വാധീനിച്ചല്ലോ എൻ്റെ അബൂ ഉബൈദേനെ ഒഴികെ എന്നാണ്. എല്ലാവരെയും ദുനിയാവ് പിടിച്ചു, എൻ്റെ അബൂ ഉബൈദയെ മാത്രമാണ് ദുനിയാവിനെ പിടികൊടുക്കാതെ ജീവിച്ച വ്യക്തിത്വമെന്ന് അദ്ദേഹം വളരെ കണ്ണ് നിറഞ്ഞു പറയുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ചുകൊണ്ട് പിന്നീട് മരണപ്പെടുന്നത് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു രംഗം അവരുടെ അവസാന നാളുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് കഴിഞ്ഞ് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും മാറി നിന്നിട്ട് ആ അറഫയുടെ മണ്ണിൽ തൻ്റെ പുതപ്പ് മാറ്റി വിരിച്ച് ആ മണലിൽ മലർന്ന് കിടന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സേവകൻ പറയുന്നുണ്ട്, രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ കബുറത്ത് സിന്നി, അല്ലാഹുവേ വയസ്സേറെയായി, വല്ലഅഫത്തു ഖുവ്വത്തി, എൻ്റെ പഴയ ശക്തിയെല്ലാം ക്ഷയിച്ചിട്ടുണ്ട്, വന്തശറത്ത് റിആയത്തി, ഇസ്ലാമിക സാമ്രാജ്യം വിശാലമായിരിക്കുന്നു, ഉമർ ഇപ്പോൾ ദുർബലന, അതുകൊണ്ട് ഫഖ്ബിളിനി ഇലൈക ബിലാ മുളയ്യിൻ വലാ മുഫരിത്തിൻ, ഒരു വീഴ്ച പറ്റുന്നതിന് മുമ്പ് എന്നെ നീ സ്വീകരിക്കണം. അടുത്ത പ്രാർത്ഥന എന്താണോ, അല്ലാഹുമ്മ ഇജ്അൽ മൗതി ഷഹാദത്തൻ ഫീ സബീലിക്, അല്ലാഹുവേ എൻ്റെ മരണം ഷഹീദായും എന്നെ നീ മരിപ്പിക്കണം. വജഅൽ മൗതി മദീനത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എൻ്റെ മരണം
റസൂലുള്ളാഹിൻ്റെ പട്ടണത്തിലുമായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു നേരെ വരുന്നത്. അത് കഴിഞ്ഞ് വന്ന് സുബഹി നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴാണ് അബൂ ലൂല എന്ന മജൂസിയായ വ്യക്തി സുബഹി നമസ്കാരത്തിന് ഇമാമ് നിന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പുറകിൽ നിന്ന് കയറി വന്ന് കുത്തി കൊലപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നുണ്ട്, കുത്തിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ കുടലിൽ കൂടെ പുറത്തേക്ക് ചാടൂന്ന. അങ്ങനെ ഉമർ വീണു. നേരെ മകൻ അബ്ദുള്ള മടിയിലേക്ക് തല എടുത്തു വെച്ചു. ഉമർ പറഞ്ഞു, മാറി നിൽക്ക്, നിലത്തേക്ക് ഇറക്കി വയ്ക്കാൻ പറഞ്ഞു. നിലത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇനി നിങ്ങൾ ആരും എന്നെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കരുത്, ഉമറേന്ന് വിളിക്കാൻ. കാരണം മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ ഇപ്പോൾ ഞാൻ ദുർബലനാണ്, അതുകൊണ്ട് ഇപ്പോൾ എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കരുത് പറഞ്ഞു. എന്നിട്ട് നിലത്ത് കിടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞു, അബ്ദുള്ള നേരെ ചെല്ലണം, ആയിഷ ബീവി വീട്ടിൽ ചെന്നിട്ട് പറയണം, എൻ്റെ ഉപ്പ നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് പറയണം, ഉപ്പയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്നെ അന്തി ഉറങ്ങണമെന്നൊരാഗ്രഹമുണ്ട്, അതുകൂടി പറയണമെന്ന് പറഞ്ഞു. അബ്ദുള്ള ഓടി ആയിഷ ബീവിയുടെ വീട്ടിലിട്ട് ചെന്നു പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞ് എൻ്റെ ഉപ്പയാണ് കബറടക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് സ്ഥലം അത് ഞാൻ എനിക്ക് വേണ്ടി കണ്ടുവച്ചതായിരുന്നു. ഉമർ റളിയല്ലാഹു ചോദിച്ചപ്പോൾ ഞാൻ ഉമറിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന. ആലോചിച്ച് നോക്കൂ, ഷഹീദായി. എവിടെ ഷഹീദായത്? പ്രവാചകൻ്റെ പള്ളിയിൽ. എവിടെ? പ്രവാചകൻ്റെ മിഹ്റാബിൻ്റെ മുമ്പിൽ. എവിടെ? പ്രവാചകൻ നിന്ന സ്ഥലത്ത് അവിടെ ഷഹീദായി വീഴുകയാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളുവാനുള്ള ഭാഗ്യവും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ലഭിച്ചതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് വേറെ ഒരാൾക്കുമില്ലാത്തൊരു പ്രത്യേക അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായത്തെ അള്ളാഹ് മത നിയമമായിട്ട് അംഗീകരിക്കുകയാണ്. മഖാം ഇബ്രാഹീമിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണമെന്നൊരു അഭിപ്രായം ഉമർ റളിയല്ലാഹു പങ്കുവച്ചു. അത് അള്ളാഹ് അംഗീകരിച്ചുകൊണ്ട് അത് ആ നിയമമാക്കി ഖുർആനിലൂടെ അവതരിപ്പിച്ചു. മറ്റൊന്ന്, ബദറിൽ പിടിക്കപ്പെട്ട ബന്ദികളുടെ കാര്യത്തിൽ അഭിപ്രായമായിരുന്നു. എല്ലാവരും തട്ടിക്കളയാനായിരുന്നു ഉമറിൻ്റെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മോചനദ്രവ്യം വാങ്ങിയിട്ട് വിട്ടയക്കാന്ന് പറഞ്ഞത്. പക്ഷേ ഉമറിൻ്റെ അഭിപ്രായത്തിനായിരുന്നു അള്ളാഹു പിന്തുണ കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് നിർവഹിച്ചതും കൊണ്ടും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഒരു മറയ്ക്ക് പിന്നിൽ കൊണ്ട് സംസാരിക്കണം, ഈ വരുന്നവരും പോകുന്നവരൊന്നും ഇങ്ങനെ സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ആ അഭിപ്രായം പറഞ്ഞത് കൂടിക്കൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കി, ഇനി മുതൽ പ്രവാചകൻ്റെ ഭക്തിമാർ മറയ്ക്ക് പിന്നിൽ നിന്ന് സംസാരിക്കാൻ പാടുള്ളൂ എന്ന ആയത്ത് ഖുർആൻ അവതരിപ്പിച്ചത്. നോക്കൂ, ആരായിരുന്നു ഉമർ എന്ന് തിരിച്ചറിയണമെങ്കിൽ, ഉമർ അല്ലാഹുവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ ഇതൊറ്റ സംഭവം മാത്രം മതി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ മറ്റൊരു രംഗമാണ്. നമുക്കറിയാം, ഒരു വഴിയാത്രക്കാർ രാത്രി വന്ന് വിശന്ന് കുട്ടി ഇങ്ങനെ കരയുന്നുണ്ടല്ലോ. ഇറങ്ങി നടക്കുന്ന ഉമർ ചോദിച്ചു, എന്തിനാ കുട്ടി കരയുന്നത്? വിശന്നിട്ട, ഭക്ഷണമില്ലേ? ആ സ്ത്രീ പറഞ്ഞു, എങ്ങനെ കിട്ടാനാണ്? ഉമർ ഖലീഫയായിട്ട് കയറിയിരിക്കും, യാ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ഈ മനുഷ്യനാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് ആ സ്ത്രീ അറിയുന്നത്. അവസാനമായി പേർഷ്യൻ ചക്രവർത്തിയുടെ, റോമൻ ചക്രവർത്തിയുടെ ഒരു ദൂതൻ മദീനയിൽ ഉമറിനെ കാണാൻ വരുന്നുണ്ട്. ചോദിച്ചു, എവിടെയാണ് ഉമറിൻ്റെ കൊട്ടാരം? ആളുകൾ കൊണ്ടുവന്ന് പള്ളിയുടെ മുമ്പിലെത്തി. ചോദിച്ചു, ഞാൻ അന്വേഷിച്ചത് നിങ്ങളുടെ ഖലീഫയായ ഉമറിനെയാണ് എന്ന്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞതാ, ആ ഈത്തപ്പനയുടെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അയാളാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതല്ല, ഞാൻ ഖലീഫയാണ് ചോദിച്ചത്. ഈ സംസാരം കേട്ടപ്പോൾ ചാരിക്കിടന്ന ഉമർ നിവർന്നിരുന്നു. ഇദ്ദേഹം നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഇല്ല, പാറാവുകാരില്ല, ഒന്നുമില്ല. ഈ വന്ന ദൂതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉമർ അദൽത്ത, നീ നീതി പാലിച്ചു. ഫഅമിൻത, അതുകൊണ്ട് നിനക്ക് നിർഭയത്വം കിട്ടി. വനിംത, അതുകൊണ്ട് നിനക്ക് സുഖമായി കടന്നുറങ്ങാൻ സാധിക്കുന്നു എന്ന. അതായിരുന്നു ഉമർ എന്ന്
ശത്രുക്കൾ പോലും ജീവിതത്തിൽ കാണാതിരുന്നിട്ട് പോലും ഭയപ്പെട്ടുകൊണ്ടിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ജീവിതമായി നമ്മൾ ബന്ധപ്പെടുത്തണം. അദ്ദേഹം പറഞ്ഞു, തഖൂലൂന മാത്ത ഫുലാൻ മാത്ത ഫുലാൻ. നിങ്ങൾ ഓരോ ദിവസം വന്ന് എന്നോട് പറയും അയാൾ മരിച്ചു, ഇയാൾ മരിച്ചു, ഇയാൾ മരിച്ചു എന്നൊക്കെ. നാളെ നിങ്ങൾ പറയും മാത്ത ഉമർ, ഉമർ മരിച്ചു എന്ന് നിങ്ങൾ പറയുമെന്നാണ്. ഇതാണ് നമ്മുടെ ഈ അവസ്ഥ. പലപ്പോഴും മെസ്സേജ് വരും ഇന്നയാൾ മരിച്ചു, ഇന്നയാൾ മരിച്ചു എന്ന്. ഒരു പക്ഷേ നാളത്തെ മെസ്സേജിൽ നമ്മൾ മരിച്ചു എന്ന മെസ്സേജായിരിക്കും മറ്റുള്ളവർ കൈമാറുക എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ചരിത്രത്തിൻ്റെ ഏറ്റവും ചെറിയ രൂപം ആരായിരുന്നു ഉമർ എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയും പറയാൻ ബാക്കി വച്ചതും ഇതിലുണ്ട്. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ പഠനങ്ങൾക്കും ചിന്തകൾക്കും വേണ്ടി നമുക്ക് പഠിക്കാം, ജീവിതത്തിൽ പുലർത്താൻ. സഹാബത്തിൻ്റെ കൂടെ പ്രവാചകന്മാരെയൊക്കെയും കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഗസയിലെ ഫലസ്തീനിലെ പാവപ്പെട്ട ആളുകൾക്ക് അള്ളാഹു രക്ഷയും ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ശത്രുക്കളെ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തി ഇസ്ലാമിലെ മുസ്ലിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.